ഒക്കെയാണ് പുള്ളി 3 തവണ കള്ളവടിക്ക് പോയ കാശ് ഞാനാണ് കൊടുത്തത് 3500 രൂപ വെച്ചാൽ. ഒരിക്കൽ സ്പായലും 2 തവണ ഒരു 10,500 റുപ്പീസ് അങ്ങനെ തരാനുണ്ട്. ഇതാണ് ഒരു പെണ്ണിട്ട് പോയിട്ട് 2 തവണ എല്ലാം ചേട്ടാ പോയത്. AJP എത്രയും വേഗം മെൻവാസിൽ അഡ്മിറ്റ് ചെയ്യുക. കാരണം ഭയങ്കര വയലൻ്റ് ആവുക. പിന്നെ എന്നെ ഇടിക്കാൻ വന്നു, വിഷു കൊച്ചുകാരനെ ഇടിക്കുക. എന്നാൽ പുള്ളി ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. പുള്ളി 3 തവണ കള്ളവടിക്ക് പോയ കാശ് ഞാനാണ് കൊടുത്തത് 3500 രൂപ വെച്ചാൽ. ഒരിക്കൽ സ്പായലും 2 തവണ ഒരു 10,500 റുപ്പീസ് അങ്ങനെ തരാനുണ്ട്. അല്ലാതെ 4,000 റുപ്പീസ് തരാനുണ്ട്. പിന്നെ ഇന്നാൾ പുള്ളി വന്ന് എനിക്ക് പട്ടിണിയാണ്, കാശൊന്നുമില്ല, അവനെ എന്നെ കൊണ്ടുപോയി ഇഫ്താറിൽ ബിരിയാണി വാങ്ങി കൊടുത്തതാണ് 300 രൂപയ്ക്ക്. അത് കഴിഞ്ഞ് ഉബറിന് വിട്ടു 700 രൂപ. അങ്ങനെയായി. ഇവനുണ്ടാകുന്ന കാശ് മുഴുവൻ കൊണ്ട് കളയുകയാണ്. വീട്ടുകാർക്കൊന്നും കൊടുക്കുന്നില്ല. ഇവന് ഒരു 10,000 കൊടുക്കുകയാണെങ്കിൽ 3,000 കിട്ടും. അത് വെച്ച് അവൻ AC റൂമിൽ കിടക്കുക, 1,400 റുപ്പീസ് ഒരു മുറിയിൽ AC റൂമിൽ താമസിക്കുക, പിന്നെ കല്ലടിക്ക് പോവുക, പിന്നെന്താണ് ഫുഡ് അടിക്കുക. ഇങ്ങനെ എല്ലാ കാശും കൊണ്ട് കളയാൻ വീട്ടിലൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഉള്ള സത്യത്തിൽ പറഞ്ഞു 3 തവണ ആഴ്ചയിൽ 2 തവണയ്ക്കാണ് പോകുന്നത്. കാശ് മുഴുവൻ കൊണ്ട് കളയാൻ സാമ്പത്തിക കച്ചടക്കവും ഇല്ല. കുറേ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. എല്ലാ കാശും കൊണ്ട് കളയാം. ഇപ്പം ഞാൻ പറഞ്ഞ സത്യം എന്താണ് എന്നെ അടിക്കേണ്ട ആവശ്യം എന്താണ്? 3 തവണ ഡെബ്യൂട്ടി കള്ളവടി പോകുന്നത് 3 കള്ളവടി കാശ് കൊടുത്ത് ഞാനാണ് 3500 വെച്ചാൽ. ഒരാണ് ഒരു പെണ്ണിട്ട് പോയിട്ട് 2 തവണ എല്ലാം ചേട്ടാ പോയത്. ആക്രാന്തമാണ് ഫുഡിനോടും ഇതിനോടുള്ള ഭയങ്കര ആക്രാന്തമാണ്. ഞാൻ ഉള്ള സത്യം പറഞ്ഞപ്പോഴേക്കും എന്നെ അടിക്കാൻ വരും. ഇപ്പോൾ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ്. വിഷു കൊച്ചു തന്നെ അടിക്കുക, എന്നെ ആദ്യം അടിക്കുന്നത്. എന്തോ കുഴപ്പമുണ്ട്. ഉള്ളിലുള്ള സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും. എനിക്ക് ഇവനിപ്പോൾ ഇതിനെല്ലാം കാശില്ല. പക്ഷേ എൻ്റെ കാശ് തന്നിട്ടില്ല. മാക്സിമം രൂപ കൊടുക്കാണ്ട് 1 രൂപയും മരിക്ക് തരില്ല. എന്തിങ്ങനെ നടക്കുകയാണ്. അവൻ 36 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതാണ്. കല്യാണ ഫംഗ്ഷൻ. കയ്യിലൊന്നുമില്ല. 3-4 ദിവസം മുമ്പ് വന്ന് പറയാൻ എൻ്റെ ഒന്നുമില്ല. കിലിക്കത്തിൽ മറ്റേ ഇന്നസെൻ്റ് വരുന്ന പോലെ 2-ാം തീയതി പോലെ എൻ്റെ ഒന്നുമില്ല. ഫുഡ് വാങ്ങി ചേർക്കണം. അല്ല പറയാം എൻ്റെ 700 രൂപ പിന്നും പോയി. ഈ കാശൊന്നും കൊണ്ട് സാമ്പത്തിക കച്ചവടക്കും ഇല്ല, ഒന്നുമില്ല.